ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ രൂക്ഷമായിട്ടുള്ള വിമർശനം 142 എന്ന് പറയുന്ന ഭരണഘടനയിലെ ആ ഒരു പ്രവിശ്യ നിങ്ങൾക്ക് ഇവിടെയുള്ള ജനാധിപത്യത്തിന് നേരെയുള്ള ആണവ ബോംബായി പ്രയോഗിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള കുറിക്കുകൊള്ളുന്ന വിമർശനമൊക്കെ സുപ്രീം കോടതിയുടെ നേർക്ക് വന്നിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി നിയമനിർമ്മാണത്തിലടക്കം കയറി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രതിരോധത്തിലടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, റഫേൽ വിമാനം ഇന്ത്യ മേടിച്ചപ്പോൾ റഫേൽ വിമാനത്തിലെ പ്രതിരോധ രഹസ്യങ്ങൾ സുപ്രീം കോടതിക്ക് വേണം എന്ന് പറഞ്ഞു. അത് ഇന്ത്യ സീൽഡ് കവറിലാണ് കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു വിമർശനം വന്നു, അതായത് സീൽഡ് കവറിൽ എന്തിനാണ് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രതിരോധ രഹസ്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ സാധിക്കുന്നത്? ജനങ്ങൾക്ക് മുമ്പിൽ അത് വെച്ചു കഴിഞ്ഞാൽ പ്രതിരോധ രഹസ്യത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കേന്ദ്രം ആ സമയത്ത് ചോദിച്ചു. സുപ്രീം കോടതിയുടെ കയ്യിൽ റഫേലിന്റെ രഹസ്യങ്ങൾ കൊടുത്തു. സുപ്രീം കോടതി അത് കണ്ടു ബോധ്യപ്പെട്ടു. സമാനമായ സാഹചര്യത്തിലാണ് മീഡിയ വൺ ചാനലിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തലും സുപ്രീം കോടതി സീൽഡ് കവറിൽ സർക്കാർ ഇത് തരരുത് എന്ന് പറഞ്ഞത്. അതായത് സീൽഡ് കവറിൽ ഞങ്ങൾക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്, നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തൂ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നത്. അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സീൽഡ് കവറിൽ തരേണ്ടത് സീൽഡ് കവറിൽ തന്നെ തരണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സുപ്രീം കോടതി ഇത് പലപ്പോഴായി കേന്ദ്രത്തിൻ്റെത് ചോദ്യം ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയായിരുന്നു പെഗാസസിന്റെ കേസും. ഇപ്പോൾ ഇതാ പെഗാസസിന്റെ കേസിൽ ഈ കശ്മീരിൽ ഭീകരാക്രമണം കൂടെ നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഈ പെഗാസസ് എന്ന് പറയുന്ന ഈ ചാര സംഘടന, അതായത് ഇസ്രായേലിന്റെ ചാര സോഫ്റ്റ്വെയർ ഇന്ത്യ മേടിച്ചു. എന്തിനാണ് ഇന്ത്യ ഈ സോഫ്റ്റ്വെയർ മേടിച്ചത് എന്നൊരു ചോദ്യം പോലും വരാൻ പാടില്ലാത്തതാണ്. കാരണം ഈ ചാര സോഫ്റ്റ്വെയർ ഇന്ത്യൻ പ്രതിരോധ സേന മേടിക്കുന്നത് ഭീകരർക്കെതിരെ ചാരപ്രവർത്തനം നടത്താനാണ്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധർക്കെതിരെ ചാരപ്രവർത്തനം നടത്താനാണ്, അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഫോണിൽ ഘടിപ്പിക്കാനല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. രാഹുൽ ഗാന്ധിയുടെ ഫോണിൽ ഘടിപ്പിച്ചാൽ എന്താണ് കിട്ടുന്നത്? ബാങ്കോക്കിലെയും തായ്ലൻഡിലെയും ചില വിഷ്വൽസ് കിട്ടുമായിരിക്കും. അത് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് എന്തെടുക്കാനാണ്? രാഹുൽ ഗാന്ധി ഇവിടെ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ BJPക്ക് വളർച്ചയുള്ളൂ എന്ന് കൃത്യമായി BJPക്കും അറിയാം. എന്ത് തന്നെയായിരുന്നാലും ഭീകരർക്കെതിരെ ചാരപ്പണി നടത്തുന്ന ഈ പെഗാസസ് ഇന്ത്യ വാങ്ങിച്ചപ്പോൾ ഇവിടെ കിടന്ന് മുറവിളി കൂട്ടിയ കുറേ ആൾക്കാരുണ്ട്. എന്തിനാണ് ഇത് മേടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് മേടിച്ചത്. അതേസമയം ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ രാജ്യസുരക്ഷ എന്തുകൊണ്ട് മോദി നോക്കിയില്ല എന്ന് പറഞ്ഞ് ഇവർ പ്ലേറ്റ് മറിച്ച് വയ്ക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെയുള്ള ആഭ്യന്തര ശത്രുക്കളുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെഗാസസ് കോടതിയിൽ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പല ആൾക്കാർക്കും. രാഹുൽ ഗാന്ധി എൻ്റെ ഫോൺ ചോർത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ നിങ്ങളുടെ ഫോൺ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കൂ എന്ന് കോടതി തന്നെ പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി അതിന് ധൈര്യപ്പെട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തായ്ലാൻഡിലെ ബാങ്കോക്കിലെ എന്തെങ്കിലും വിഷ്വൽസ് അതിനകത്ത് കളഞ്ഞു കിട്ടുമോ എന്നുള്ള ഭയമായിരിക്കാം എന്തായാലും രാഹുൽ ഗാന്ധിക്ക്. എന്തായാലും ഭീകരർക്കെതിരെ ചാരപ്പണി ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. പെഗാസസ് കേസ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ ഞങ്ങൾ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സുപ്രീം കോടതി ഇതിൽ എടുത്തിരിക്കുന്നത്. പെഗാസസ് കേസിന്റെ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് N കോതീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഇത് പറഞ്ഞത്. ഒരാൾക്ക് സ്വകാര്യതയെക്കുറിച്ച് എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ അയാൾ അപേക്ഷ സമർപ്പിക്കണം. ഞങ്ങൾ അത് അദ്ദേഹത്തെ അറിയിക്കാൻ ശ്രമിക്കും. കേസിന്റെ അടുത്ത വാദം ജൂലൈ 30 നടക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഭീകരർക്കെതിരെ ചാരപ്പണി നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. സർക്കാരിന് സ്പൈവെയർ സോഫ്റ്റ്വെയർ ഉണ്ടോ എന്നും അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നതുമായിരുന്നു ചോദ്യം. സർക്കാരിന് അത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് തടയാൻ ആർക്കും കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്യം ഭീകരർക്കെതിരെ സ്പൈവെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ് എന്ന ഈ ചോദ്യത്തിന് മറുപടിയായി ബെഞ്ച് ചോദിച്ചത് സ്പൈവെയർ കൈവശം വയ്ക്കുന്നത് തെറ്റല്ല, അത് ആർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമെന്നാണ്. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി പറയുന്നു. സാധാരണ പൗരന്മാരുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനാ പ്രകാരം സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടുകളും പരസ്യമാക്കില്ല എന്നും സുപ്രീം കോടതി ഇപ്പോൾ ആണയിട്ട് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും പരസ്യമാക്കി. എന്നാൽ ആർക്കെങ്കിലും വ്യക്തിപരമായി അറിയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാവുന്നതാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റിലുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.